വർഷം 1981. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പ്രയാണത്തിൻ്റെ ഗതിമാറ്റി എഴുതിയ ചരിത്രം പിറവികൊള്ളുന്നു. ചരിത്രപരമായ കാരണങ്ങളാൽ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി പിന്നാക്കമായി പോയ ഒരു പ്രദേശത്തിന് ഒരു നിയോഗം പോലെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം ഉയർന്നു വരുന്നു. ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പറപ്പൂർ ആസാനഗറിൽ സ്ഥിതി ചെയ്യുന്ന അയ്യോ ഹൈസ്കൂളിൻ്റെ ഓഫീസിൽ വെച്ച് 1982 ഒരു കൂട്ടം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വം കൊടുക്കുന്ന അന്നത്തെ ഹൈസ്കൂൾ പ്രധാനാധ്യാപകനായിരുന്ന ശ്രീ ഔറുമാഷയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഫാറൂഖ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് എന്ന ഇപ്പോൾ നിൽക്കുന്ന മഹത്തായ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിനുവേണ്ടി പ്രാരംഭമായിട്ട് ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അത് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത് മൺമറിഞ്ഞു പോയ ടി കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവർ മാസവും ബന്ധപ്പെട്ടവരും സമീപിച്ചപ്പോൾ വളരെ അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു 2 റൂമിൽ ഒരു ഓടിട്ട ഒരു ഷെഡ് നിർമ്മിച്ചു തരികയും ആ വർഷം തന്നെ 9 കുട്ടികളെ ചേർത്തുകൊണ്ട് 1982 ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. കോട്ടക്കലും പറപ്പൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള പുരോഗമന തൽപരരായ ഏതാനും മനുഷ്യർ ഒത്തുചേർന്ന് പുതിയൊരു വിദ്യാഭ്യാസ സംരംഭത്തിന് തുടക്കമിടുന്നു. അതിന് ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നു പേരിടുന്നു. പിന്നീട് നടന്നത് ചരിത്രം. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഭൂപടം വരക്കുമ്പോൾ നിഷേധിക്കപ്പെടാൻ കഴിയാത്ത സാന്നിധ്യമായി അത് വളർന്നു വന്നു. പ്രതീക്ഷയുടെയും വെളിച്ചത്തിൻ്റെയും തുരുത്തായി ഫാറൂഖ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിലുള്ള ഫാറൂഖ് പ്രീ പ്രൈമറി സ്കൂൾ, ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഫാറൂഖ് BEd കോളേജ്, ഫാറൂഖ് DLEd എന്നീ സ്ഥാപനങ്ങൾ നിറഞ്ഞ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നു. 1995-96 അധ്യയന വർഷം ആദ്യ ബാച്ച് SSLC പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ചു. 30 വർഷമായി ആ ചരിത്രം മാറ്റമില്ലാതെ അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുന്നു. 1995-96 വർഷത്തിലാണ് ആദ്യമായി SSLC ഇവിടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ 2026 ഈ വർഷം എത്തി നിൽക്കുന്നത് വരെ കഴിഞ്ഞ 30 വർഷക്കാലമായി 100% SSLCക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ജില്ലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഫാറൂഖ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലുള്ള ഹൈസ്കൂൾ. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഈ പ്രദേശത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി കുറഞ്ഞ ചെലവിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 1996-2000 കാലയളവിൽ SSLC പരീക്ഷയിൽ സംസ്ഥാനത്ത് 7ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 10 റാങ്കുകളിൽ പലതവണ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കയ്യൊപ്പുണ്ടായി. അക്കാദമിക നേട്ടങ്ങൾക്കൊപ്പം കലാകായിക രംഗത്തും ഫാറൂഖ് ശ്രദ്ധേയമായ സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ഇംഗ്ലീഷ്, അറബി ഭാഷകളിലെ പല മത്സരങ്ങളിലും 1ാം സ്ഥാനങ്ങൾ, കായിക മത്സരത്തിൽ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം എന്നിവയും നമ്മുടെ സംഭാവനകളാണ്. നേരത്തെ PP-യും അതോടൊപ്പം തന്നെ അതിനുശേഷം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പിന്നീട് BEdും DEdും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷന് വേണ്ടി
വലിയ രീതിയിലുള്ള ആവശ്യവുമായി വരുന്നത് നമ്മുടെ കോളേജിനെ ആശ്രയിച്ചാണ്. ഇവിടെ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ മാത്രമാണ് മറ്റ് സ്വാശ്രയ കോളേജുകളിലോ മറ്റ് കോളേജുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾ പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. തുടക്കത്തിൽ വളരെ ചെറിയ രീതിയിൽ എളിയ രീതിയിലാണ് നമ്മുടെ കോളേജിൽ അന്ന് തുടക്കം കുറിച്ചത്. അന്ന് വെറും BA-ക്കും അതോടൊപ്പം തന്നെ BSc-ക്കും മാത്രമാണ് 2-3 ബാച്ച് ഉണ്ടായിരുന്നത്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് UG മാത്രം, ഡിഗ്രി മാത്രം 14 കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. അതുകൂടാതെ തന്നെ PG 3 കോഴ്സുകൾ നമ്മുടെ കോളേജിൽ നടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായും MSc ഉണ്ട്, അതോടൊപ്പം തന്നെ MCOM ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം AI ആണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതുവരെ നമുക്ക് BSc-യിൽ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ കമ്മിറ്റിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. 2002 ഹയർ സെക്കൻഡറി ബാച്ച് ആരംഭിച്ചു. 2003-2004 കാലങ്ങളിൽ TTC B.Ed കോളേജുകളും പ്രവർത്തനം ആരംഭിച്ചു. മലപ്പുറം ജില്ലയിലെ ഏറ്റവുമധികം അഡ്മിഷനുള്ള സ്വകാര്യ B.Ed കോളേജും DL.Ed-ഉം ഇന്നും ഫാറൂഖിൻ്റെതാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെയധികം കുറവായ കാലഘട്ടത്തിൽ പൂർവികരായ ഇതിൻ്റെ സ്ഥാപകന്മാരായ മഹത്തുക്കൾ ഈ പ്രദേശത്ത് നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം മിതമായ ചെലവിൽ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫാറൂഖ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത്. അത് രൂപീകരിച്ച സമയത്ത് സ്ഥാപകരായ മഹാന്മാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾ മറ്റുള്ള കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാറൂഖിയൻസ്, ഒരു പ്രത്യേക ഏത് പദവിയിലെത്തുകയാണെങ്കിലും അത് വേറിട്ട് അവരുടെ പെരുമാറ്റത്തിലും സംസ്കാരത്തിലും എല്ലാ കാര്യത്തിലും പ്രത്യേകത കാണണമെന്ന് ലക്ഷ്യമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. സീസോൺ, ഇൻ്റർസോൺ കലോത്സവങ്ങളിൽ കോൽക്കളി മത്സരത്തിൽ വർഷങ്ങളായി നമ്മുടെ കോളേജ് 1-ാം സ്ഥാനത്ത് തുടരുന്നു. ഇൻ്റർസോൺ മത്സരങ്ങളിലെ വട്ടപ്പാട്ട്, ട്രിപ്പിൾ ഡ്രം, ഓട്ടൻതുള്ളൽ, ചെണ്ടമേളം മത്സരങ്ങളിലും നമ്മൾ പലതവണ 1-ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോൺ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കാനും നമ്മുടെ കോളേജിന് അവസരമുണ്ടായി. വളരെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം. ഇവിടെ LKG തൊട്ട് PG വരെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഇതിൽ നിന്നും ഒരു ലാഭമെടുക്കാതെ ഇവിടെ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഉള്ള ആളുകൾ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. പലവർക്കും പലതരത്തിലുള്ള രാഷ്ട്രീയപരമായും അല്ലാതെയുമുള്ള മതപരമായും അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിൽ തന്നെ ആളുകൾ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്തുമ്പോൾ ഫാറൂഖിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നല്ല രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ 20% കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാരിറ്റി സിസ്റ്റം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. 2024 NAC അക്രഡിറ്റേഷനിൽ ഫസ്റ്റ് സൈക്കിളിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയതാണ് കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രയാണവീഥിയിലെ ഏറ്റവും വലിയ നേട്ടം. അടുത്ത കാലത്തായി ഇവിടെ നടന്നിട്ടുള്ള പല പരിപാടികളും എടുത്തു പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ NAC-മായി ബന്ധപ്പെട്ട് ഈ കോളേജ് കൈവരിച്ചിട്ടുള്ള നേട്ടം നമ്മൾ A ഗ്രേഡിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഎയ്ഡഡ് സ്ഥാപനമാണെങ്കിൽ പോലും ഒരു A ഗ്രേഡ് ലഭിക്കുക എന്നുള്ളത്
അതും നാക്കിനെ സംബന്ധിച്ച് നാക്കിലൂടെ കിട്ടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പല സ്ഥാപനങ്ങളും പലപ്പോഴും പല രീതിയിലും പിന്നോക്കം പോകുമ്പോഴും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മികവോടുകൂടി നിലനിൽക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ അസീസാറടക്കമുള്ള വലിയ ഒരു ടീമിൻ്റെ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം എല്ലാ ബി.എഡിലാണെങ്കിലും ഡി.എഡിലാണെങ്കിലും അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും കോളേജ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായി എന്നുള്ളത് ഈ കോളേജിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ ഉയർച്ചക്കും വളർച്ചക്കും കാരണമായിട്ടുണ്ട്. ഫാറൂഖ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്കു കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലായി 4000-ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമായി 300-ഓളം സ്റ്റാഫ് അംഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ സ്ഥാപനം ചരിത്ര നേട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രയാണത്തിൻ്റെ ചാലക ശക്തികളായി നിലകൊണ്ടിരുന്ന പി ഇബ്രാഹിം ഹാജി, പി അവറു മാസ്റ്റർ, പ്രൊഫസർ ഇ മുഹമ്മദ്, ഇ പി ബാവ, പി ബീരാൻകുട്ടി, തൈക്കാടൻ മൊയ്തീൻകുട്ടി ഹാജി, എ എം മൊയ്തീൻകുട്ടി ഹാജി, ഉള്ളാടത്തൊടി മുഹമ്മദ് ഹാജി കോഴിച്ചന, പെരുമ്പള്ളി മൊയ്തീൻകുട്ടി, കല്ലൻ ഹസൻ ഹാജി, സി പി മൊയ്തുവാപ്പു, ടി കുഞ്ഞാലസൻകുട്ടി, ടി കെ കുട്ടിരായിൻ ഹാജി, സി സി മുഹമ്മദ്, ടി പി ആലസൻകുട്ടി, സൂപ്പിക്കുട്ടി ഹാജി, എടയാടൻ അഹമ്മദ് സാഹിബ്, കെ കെ മജീദ് ഹാജി, കടായിക്കൽ സെയ്താലിക്കുട്ടി ഹാജി, കെ എം അലവിക്കുട്ടി സാഹിബ്, പി കെ കുഞ്ഞറമു, ഇല്ലിക്കോട്ടിൽ കുഞ്ഞിമൊയ്തീൻകുട്ടി ഹാജി, ഇല്ലിക്കോട്ടിൽ അലവിക്കുട്ടി, ഡോക്ടർ വടക്കേതിൽ അഹമ്മദ്, എം ഉണ്ണീൻ, അലി ഹസൻ കാലൊടി എന്നിവരെയും മെമ്പർ അല്ലെങ്കിലും സൊസൈറ്റിക്കൊപ്പം എന്നുമുണ്ടായിരുന്ന എഞ്ചിനീയർ അഹമ്മദ് കുട്ടി സാഹിബ് എന്നിവരെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു. നമ്മുടെ ഫാറൂഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഫാമിലി മീറ്റ് 8-ാം തീയതി നടക്കുകയാണ്. അത് എല്ലാ വർഷവും നടത്തണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പല സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ച് നീണ്ടുപോയി. അത് ഈ പ്രാവശ്യം 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മളെല്ലാവരും കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൺവീനർ എന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതിനെ പരിപാടിയെ ഉഷാറാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, ഫാറൂഖ് സ്ഥാപനങ്ങളുടെ മഹാവിജയങ്ങൾക്ക് നിറഞ്ഞ പിന്തുണയേകിയ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, പറപ്പൂർ, കോട്ടക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ ക്ലബ്ബുകൾ എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു.